സമരത്തെ പൊളിക്കാനായിട്ട് പുതിയൊരു തന്ത്രം വിശ്വഗുരുവിന്റെ നേതൃത്വത്തിൽ അവലംബിച്ചിരിക്കുകയാണ്. അതായത് ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള പേജുകൾ തിരഞ്ഞെടുത്ത് അവർക്ക് വമ്പൻ ഓഫർ കൊടുക്കുകയാണ്. ഗവൺമെന്റിനെ അനുകൂലിച്ചുകൊണ്ടും പ്രൊട്ടസ്റ്റേഴ്സ് അഥവാ പ്രതിഷേധക്കാർക്കെതിരായിട്ടും നിങ്ങൾ വീഡിയോ ചെയ്യണം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഡൽഹിയിലെ പ്രതിഷേധ സമരങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ കൊടുത്താൽ നിങ്ങൾക്ക് 80,000 രൂപ വരെ ഓരോ കണ്ടന്റും, അതായത് ദിവസം 2 കണ്ടന്റ്, അതിന് 80,000 രൂപ വരെ നിങ്ങൾക്ക് പേ ചെയ്യും. അതൊരു കൊളാബറേഷന്റെ ഭാഗമായി. നോക്കണേ, ഈ നാടിന്റെ നികുതിപ്പണം പൊടുന്നനെ ഒരു വലിയ പ്രതിഷേധ കൂട്ടായ്മ ഉണ്ടാക്കിയപ്പോൾ അതിനെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ഖജനാവിലെ പണം വാരി എറിയുകയാണ്. നിങ്ങൾ ഒരു പ്രതികരണം കാണണം. गाइज मुझे स्टूडेंट प्रोटेस्ट के लिए पेड कैंपेन का मेल आया है सी, और ये मेल आया है एक बहुत ही रेपुटेड एजेंसी की तरफ से. They have reaching out to selected creator and public personalities. You need to create 2 reels and the commercial is 80K, and you have to talk about protest in Delhi which is held on 20th of July. And you need to talk about the current government, the development of government initiative, welfare schemes they are running, and you have to talk about against what propaganda these students are making. अभी आपको पता चल रहा है कि ये पैसे कहाँ जा रहे हैं गवर्नमेंट के. आई होप कि और भी लोगों को मेल आए होंगे ऐसे, बट लुक एट दिस. I'll attach this screenshot also. Just look at this. This is bullshit. കേട്ടല്ലോ, മെയിലായിട്ട് അയക്കുകയാണ്. നിങ്ങളുടെ പേജിനെ അതിന് സെലക്ട് ചെയ്തിരിക്കുകയാണ്. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് 2 നെഗറ്റീവ് വാർത്തകൾ ഡെയിലി കൊടുക്കണം. 80,000 രൂപ വെച്ച്. പൊടുന്നനെ ഒരു കണ്ടന്റിന് 40,000 എന്ന് പറയുമ്പോൾ കാശിന് പുറകെ പോകുന്നവർ കമിഴ്ന്ന് വീഴും. സ്വാഭാവികമായിട്ടും രാജ്യത്തെ സംഘികളെല്ലാം കൂടി കമിഴ്ന്ന് വീഴാൻ പോകുന്ന ഓഫറാണ്. അതായത് ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പേജുകളിൽ ഇൻഫ്ലുവൻസർമാരായിട്ടും ഫോളോവേഴ്സ് ഉള്ള പേജുകൾ തിരഞ്ഞെടുത്താണ് ഇതിനു വേണ്ടി അവർ മെയിൽ അയക്കുന്നത്. പക്ഷേ പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പങ്ങൾ ലഭിച്ച മെയിൽ അതേപടി എടുത്ത് വായിച്ച് നാട്ടുകാരെ അറിയിക്കുകയാണ്. ഒരു സമരത്തെ പൊളിക്കാൻ വേണ്ടി ഏതൊക്കെ നെറുകെട്ട പ്രവർത്തനമാണ് കേന്ദ്രം ഭരിക്കുന്നവർ അവലംബിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് നിങ്ങൾ അത് കേട്ടില്ലേ. ആ സമരത്തെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഗവൺമെന്റ് ചെയ്ത വലിയ പരിപാടികൾ, ആ പരിപാടികളെ പുകഴ്ത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെന്റ് ഉടനടി കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോ സോഷ്യൽ മീഡിയയിൽ വഴി നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെ വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് ഇതേ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഒരു പ്രതിഷേധത്തെ നേരിടാൻ വേണ്ടി ഏതൊക്കെ വളഞ്ഞ വഴിയെ വിശ്വഗുരുവും സംഘവും സഞ്ചരിക്കുന്നു എന്ന് നോക്കി. ചെറുപ്പക്കാരുടെ വികാരത്തെ സോഷ്യൽ മീഡിയയിൽ പണം കൊടുത്ത് പ്രതികരിപ്പിച്ച് പൊതുജന വികാരമാണെന്നുള്ള നിലയ്ക്ക് ഒരു തോന്നലുണ്ടാക്കി ആ സമരത്തെ നേരിടാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ പയറ്റുകയാണ്. അതിനുവേണ്ടി ചെലവഴിക്കുന്നത് കോടാനുകോടികൾ.